അരീക്കാട് റെയിൽവേ ട്രാക്കിലേക്ക് വീണ്ടും മരം വീണു. ഇന്നലെ മരം വീണ പ്രദേശത്തിന് സമീപത്താണ് വീണ്ടും മരം വീണത്. കൂടുതൽ വിവരങ്ങളുമായി അഖില സി പി ചേരുന്നുണ്ട്. അഖില, എവിടെയാണ് ഈ മരം വീണത്? എന്താണ് സംഭവിച്ചത്? ജയലക്ഷ്മി, മാത്തോട്ടം ഭാഗത്താണ് വീണ്ടും ഇത്തരത്തിൽ മരം വീണിരിക്കുന്നത്. ഇന്നലെ അരീക്കാട് ഭാഗത്ത് മരം വീണ് ഏകദേശം മണിക്കൂറുകളാണ് ട്രെയിൻ ഗതാഗത തടസ്സമുണ്ടായി. ആ മരം വീണ സ്ഥലത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ മാറി മാത്തോട്ടം എന്ന സ്ഥലത്താണ് വീണ്ടും ഇപ്പോൾ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ തടസ്സം നേരിടും. കാരണം ഭാഗികമായി ഇപ്പോൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട രീതിയിലാണ്. നമ്മൾ കാണുന്ന പോലെ ഈ മരം പൂർണ്ണമായും റെയിൽവേ ട്രാക്കിലേക്ക് മറഞ്ഞ രീതിയിലായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അതായത് ഫയർഫോഴ്സ് സംഘം എത്തി പൂർണ്ണമായിട്ട് മരം മുറിച്ചു മാറ്റുന്ന നിലയിലാണ്, മുറിച്ചു മാറ്റാൻ ഒരുങ്ങുകയാണ്. കൂടെ ഈ നാട്ടുകാരും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ മരം വീണതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി തടസ്സം ഉണ്ടായിരുന്നു. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലത്തേതിന് സമാനമായി വീണ്ടും ഒരു ട്രെയിൻ ഗതാഗത തടസ്സം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏകദേശം 8:30 ചേട്ടത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇന്ന് രാവിലെ 7:45 കൂടിയിട്ടാണ്. രാവിലെ 7:45 കൂടി ചെന്നൈ മെയിൽ വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് വലിയൊരു അപകടം സാധ്യതയുണ്ടായിരുന്നു. ആ ട്രെയിൻ നമ്മൾ നിർത്തിച്ചതാണ്. പിന്നെ പതുക്കെ കടന്നു പോവുക ചെയ്തിട്ടുള്ളത്. ട്രെയിൻ വന്നത് പിന്നെ പടിഞ്ഞാറേ ട്രാക്കിലാണ്. പക്ഷെ മരം വീണത് ഈ ട്രാക്കിലേക്ക് മാത്രമാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ മരങ്ങൾ വീഴുന്നു. അപ്പൊ കുറെ അപകട സാധ്യതയുള്ള മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ഇഷ്ടംപാടുണ്ട്, ഇഷ്ടംപാടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ സൈഡിലായിട്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പൊ കോഴിക്കോട് ഡീസൽ പ്ലാന്റ് ഒരു വർക്കും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചാഞ്ഞു നിൽക്കുന്ന ആവശ്യമില്ലാത്ത മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് അപകടാവസ്ഥ ഒഴിവാക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഈ മരങ്ങളിൽ ഒരുപാട് വവ്വാലുകൾ എന്ത് ചെയ്യുന്നുണ്ട്. ആ 1-2 ആയിരക്കണക്കിനെങ്കിലും ഏകദേശം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സാധിക്കും. ഇപ്പൊ പല ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് തല പൊക്കുന്നുണ്ട്. അതിന്റെ ഒരു ആശങ്ക എന്തുണ്ട് ഈ നാട്ടിലത്തെ ജനങ്ങൾക്കുണ്ട്. കൂടാതെ തുടർച്ചയായി ഇന്നലെ 3 മരം ഒരുമിച്ച് വീണു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയും ഇപ്പോൾ ഏകദേശം 3-4 മണിക്കൂറാണ് ഓരോ ട്രെയിനും വൈകി ഓടുന്നത്. അപ്പൊ ഒരുപാട് പ്രതിസന്ധി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. മാവേലി പോയിട്ടുള്ളത് ഏകദേശം 8:30 മണിയോട് കൂടിയിട്ടാണ്. 3:30 മണിക്ക് പോകേണ്ട മാവേലി എക്സ്പ്രസ് കടന്നു പോയിട്ടുള്ളത് 8:30 മണിയോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ നാട്ടുകാരിപ്പോൾ ഇവിടെ മഴ അതിനെക്കൊണ്ട് പണിയില്ലാത്തതിനെ കൊണ്ടാണ് ഇതിന് ഉള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടകരമായ മരങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, മുറിച്ചു മാറ്റണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജയലക്ഷ്മി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി മരമാണ് കടപുഴകി വീണിട്ടുള്ളത്. ഇത് വെട്ടിമാറ്റാൻ നേരത്തെ അധികൃതർ എന്തുകൊണ്ട് അക്കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. കാരണം ട്രെയിൻ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ മരം വീണത് എന്നുള്ളതാണ് കണ്ടുനിന്ന ആളുകളൊക്കെ പറയുന്നത്. വലിയൊരു അപകടമാണ് ഒഴിവായത് അല്ലേ അഖില? അതേ ജയലക്ഷ്മി, വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇന്നലെയും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. വലിയൊരു അപകടത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ട്രെയിൻ വരുന്നതിന് തൊട്ട് നിമിഷങ്ങൾക്ക് മുൻപാണ് ട്രാക്കിലേക്ക് 3 മരങ്ങൾ വീഴുന്നത്. ഞാൻ പറഞ്ഞു, ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേരമാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. ഇന്നും അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 3:45 പോകേണ്ട മാവേലി ഏകദേശം 8:00 കൂടിയൊക്കെയാണ് പോയത്. അപ്പോൾ ഇന്നും ഈ സമാനമായ രീതിയിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരങ്ങൾ മാത്രമല്ല, നിരവധി മരങ്ങളും ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് വലിയ അപകടം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനോടൊപ്പം ട്രാക്കിന് സമീപം വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇത് സമയോചിതമായി ഇടപെട്ട് അത് വെട്ടിയൊതുക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ മരം വീണ പ്രദേശത്തിന്റെ സമീപത്ത് തന്നെയാണ് വീണ്ടും ഇന്ന് മരം വീണത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരൊക്കെ പറയുന്നത് ഈ മരങ്ങളൊന്നും വെട്ടിയൊതുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇതിലൊരു അനാസ്ഥയുണ്ടോ, അക്കാര്യത്തിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രെയിൻ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഒരു മരം വീണിട്ടുള്ളത്. വലിയൊരു അപകടമാണ് ഒഴിവായത്. പല ട്രെയിനുകളും വൈകി ഓടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അഖില സി പി ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.